കഴിഞ്ഞ കേന്ദ്ര ബജറ്റ് ഒരു ബീഹാർ ബജറ്റ് എന്നെല്ലാം തോന്നുമെങ്കിലും ബീഹാറിന് വേണ്ടി വാരിക്കോരി നൽകിയ കൂട്ടത്തിൽ എല്ലാവരും ശ്രദ്ധിച്ച ഒരു വാക്കുണ്ട്: മഖാന. എന്താണ് കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച മഖാന ബോർഡ്? പ്രത്യേക ഗവേഷണ കേന്ദ്രത്തിനായി ബീഹാർ കേന്ദ്ര സർക്കാരിനെ സമീപിക്കുകയും അത് കണ്ണും പൂട്ടി ഇത്തവണത്തെ ബജറ്റിൽ നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. അവിടെ നിന്നാണ് എന്താണ് മഖാന എന്ന ചോദ്യം വരുന്നത്. നമ്മൾ മലയാളികൾക്ക് അത്ര തന്നെ പരിചിതമല്ലാത്ത ഒരു വാക്കാണിത്. എന്നാൽ സസ്യാഹാരികളുടെ ഇടയിൽ സമ്പന്നമായ ഒരു വാക്കാണ്. സസ്യാഹാരികളുടെ ഇഷ്ടവിഭവമായ ഏറെ രുചികരവും പ്രോട്ടീൻ സമ്പുഷ്ടവുമായ താമര വിത്തിനെയാണ് മഖാന വിത്ത് എന്ന് പറയുന്നത്. ഫോക്സ്നട്ട് അല്ലെങ്കിൽ താമര വിത്ത് എന്നെല്ലാം അറിയപ്പെടുന്ന ഈ മഖാന ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ബീഹാറിലാണ്. അതായത് ലോകത്തിലെ 90% ഉൽപ്പാദിപ്പിക്കുന്നത് ബീഹാറിലാണെന്നാണ് കണക്ക്. ബീഹാറിലെ മിഥിലാഞ്ചലിലെ മധുബനിയിലാണ് മഖാന കൃഷി ആദ്യമായി തുടങ്ങിയത്. പിന്നീട് പാകിസ്ഥാൻ, ചൈന, മലേഷ്യ, ബംഗ്ലാദേശ്, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം മഖാന കൃഷി ചെയ്തു വന്നു. അങ്ങനെ നോക്കുമ്പോൾ കേന്ദ്ര ബജറ്റിൽ ഒരു പ്രഖ്യാപനം വന്നതിൽ തെറ്റൊന്നും കാണാനില്ല. ഇനി ഇത്രയധികം സോഷ്യൽ മീഡിയ തിരഞ്ഞ മഖാനയുടെ ഗുണങ്ങൾ എന്തെല്ലാം? ശരീരത്തിന് ആവശ്യമായ പോഷക വസ്തുക്കളെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ലഘു ഭക്ഷണമാണ് മഖാന. ഡയറ്റ് എടുക്കുന്നവർക്ക് വളരെയധികം ഉപകാരപ്രദം. പ്രോട്ടീൻ, ഫോസ്ഫറസ്, കാൽസ്യം, ഇരുമ്പ് തുടങ്ങിയവ മഖാനയിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. പാല് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് പകരം കാൽസ്യത്തിനു വേണ്ടി മഖാന ഡയറ്റിൽ ഉൾപ്പെടുത്താം. അതുമാത്രമല്ല, ശരീരഭാരം കുറയ്ക്കാൻ, ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കാൻ, അസ്ഥി സംബന്ധമായ രോഗങ്ങൾ ഭേദമാകാനെല്ലാം ഈ മഖാന വളരെയധികം പ്രയോജനകരമാണ്. കലോറി വളരെയധികം കുറവായതിനാൽ തന്നെ പ്രമേഹ രോഗത്തിനും ഒരു പരിധിവരെ മഖാന ഉപകരിക്കും. ഇവിടെയൊന്നും തീരുന്നില്ല മഖാനയുടെ ഗുണങ്ങൾ. മുഖസൗന്ദര്യത്തിൽ ശ്രദ്ധ ചെലുത്തുന്നവർക്കും മഖാനയുടെ പൊടി അത്യുത്തമമാണ്. അല്പം ആര്യവേപ്പിന്റെ നീര്, പാല്, കഞ്ഞിവെള്ളം എന്നിവയിലെല്ലാം മഖാനയുടെ പൊടിയും മിക്സ് ചെയ്ത മുഖത്ത് പുരട്ടാം. ഉറക്കം പ്രശ്നമുള്ളവർക്കും ഉറക്കമില്ലായ്മ പരിഹരിക്കാൻ മഖാന ഗുണകരമാണ്. അങ്ങനെ നോക്കുമ്പോൾ സസ്യാഹാരികളുടെ എന്ന് മാത്രമല്ല, ഒരു ഡയറ്റ് പിന്തുടരുന്ന ഏതൊരാൾക്കും വളരെയധികം ഗുണകരമാകുന്ന ഒന്നാണ് മഖാന. മഖാനയുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുക, വിതരണം ഉയർത്തുക, വിപണനം ശക്തിപ്പെടുത്തുക തുടങ്ങിയ ലക്ഷ്യത്തോടു കൂടിയാണ് കേന്ദ്ര ബജറ്റിൽ മഖാന ബോർഡിനായി പ്രത്യേക പാക്കേജ് അനുവദിച്ചത്. മഖാന കർഷകർക്ക് കൈത്താങ്ങും പരിശീലന പിന്തുണയും നൽകാൻ ബോർഡിനാകുമെന്ന് നിർമ്മലാ സീതാരാമൻ ബജറ്റ് പ്രഖ്യാപനത്തിൽ വ്യക്തമാക്കി. ബജറ്റ് ലക്ഷ്യം വെച്ച രാഷ്ട്രീയം എന്ത് തന്നെയായാലും മഖാന ശരീരത്തിനും ആരോഗ്യത്തിനുമെല്ലാം വളരെയധികം ഉപകാരപ്രദമാകുന്ന പ്രോട്ടീനാണെന്ന് നിസ്സംശയം പറയാം.